എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുജിത്ത്. ചിത്രകലയിൽ താല്പര്യമുള്ള തുടക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായി തുടങ്ങിയ ഒരു ചാനലാണിത്. വിവിധ ചിത്രരചനാ മാധ്യമങ്ങളെക്കുറിച്ചും അവയുടെ പ്രയോഗരീതികളെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ പങ്കുവയ്ക്കാം എന്നാണ് കരുതുന്നത്. പെയിൻറ്റിങ്ങിൽ കുറേയൊക്കെ പ്രാക്ടീസുള്ള ആളുകളും നിലവിൽ പെയിൻറ്റിങ് പ്രൊഫഷണലായി ചെയ്യുന്ന ആളുകളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക. കാരണം കൂടുതലും തുടക്കക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. ഇന്ന് നമുക്ക് വാട്ടർ കളറിൽ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 270 GSMൻ്റെ സാധാരണ ഹാൻഡ്മെയ്ഡ് പേപ്പറാണ്. പെയിൻറ്റ് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളർ. ഞാൻ പലതരം പേപ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സാധാരണ ഇന്ത്യൻ ഹാൻഡ്മെയ്ഡ് പേപ്പറിൽ ചെയ്യുമ്പോഴാണ്. ഒരു ഫുൾ ഷീറ്റിൻ്റെ നീളവും വീതിയും 22x30 ഇഞ്ചാണ്. ഞാനിപ്പോൾ അത് പകുതി മുറിച്ചാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വലിപ്പം കൂടിയ വർക്ക് ചെയ്യുമ്പോൾ കൂടിയ GSMലുള്ള, അതായത് കട്ടി കൂടിയ പേപ്പറുകൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ അവ പെയിൻറ്റ് വയ്ക്കുമ്പോൾ നനവ് ചെല്ലുമ്പോൾ വളഞ്ഞു പോകും. നല്ല പേപ്പർ കിട്ടുമ്പോൾ സ്വാഭാവികമായും നമ്മളത് കുറേ മേടിച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം കുറേ നാളിരിക്കുമ്പോൾ ഏത് പേപ്പറാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. അത് പിന്നെ പെയിൻറ്റ് ചെയ്യാൻ കൊള്ളാതെയാവും. അതുകൊണ്ട് ആവശ്യമുള്ള പേപ്പറുകൾ അപ്പോൾ വാങ്ങുന്നതാണ് നല്ലത്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിൻ്റെ രൂപരേഖയാണ്. സ്കെച്ച് ബാലൻസ്ഡ് അല്ലെങ്കിൽ അതിന് മുകളിൽ എത്ര നന്നായി പെയിൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല. വാട്ടർ കളർ ചെയ്യുന്നതിന് മുമ്പ് പെൻസിൽ സ്കെച്ച് ചെയ്യുമ്പോൾ അത് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെയോ ചാർക്കോൾ ഡ്രോയിങ്ങിൻ്റെയോ നിലവാരത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് പെയിൻറ്റ് വയ്ക്കാനുള്ള ഒരു രൂപരേഖ മാത്രമാണ്. സ്കെച്ച് ചെയ്യുമ്പോൾ പെർസ്പെക്റ്റീവിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വീഡിയോയിൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പേപ്പർ കിടത്തിയിട്ടിട്ടോ ഇതേപോലെ ചെരിച്ച് വെച്ചിട്ടോ വർക്ക് ചെയ്യാം. രണ്ടിനും രണ്ട് റിസൾട്ടായിരിക്കും. ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ പരസ്പരം ലയിച്ച് ചേരേണ്ട ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന കളറുകൾ പാലറ്റിൽ ആദ്യമേ മിക്സ് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒരു കളർ വെച്ച് അത് ഉണങ്ങുന്നതിന് മുമ്പേ നമുക്ക് അടുത്ത കളർ വെച്ച് പോവാം. പാലറ്റ് നന്നായി വെളുത്തത് ഉപയോഗിക്കണം. എന്നാലേ കളർ മിക്സിങ് ശരിയായി ചെയ്യാൻ കഴിയും. ബ്രഷ് കഴുകാനുള്ള വെള്ളമെടുക്കുന്ന പാത്രം വലിയതായിരിക്കണം. കുറേ തവണ ബ്രഷ് കഴുകി കഴിയുമ്പോൾ ഇരുണ്ടുപോയ വെള്ളം മാറ്റി പുതിയ വെള്ളം എടുക്കണം. ഇല്ലെങ്കിൽ അത് വർക്കിൻ്റെ ഫ്രഷ്നെസ്സിനെ ബാധിക്കും. മറ്റു മാധ്യമങ്ങളിൽ നിന്നും ജലച്ചായത്തിനെ വേറിട്ട് നിർത്തുന്ന ആദ്യ ഘടകം അതിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. അതായത് അക്രലിക്കോ ഓയിലോ ചെയ്യുന്നത് പോലെ പെയിൻറ്റ് കുഴച്ച ക്യാൻവാസിൽ വെച്ച് ഒപ്പേക്കായിട്ടല്ല വാട്ടർ കളർ ചെയ്യുന്നത്. വെള്ളനിറം ആവശ്യമുള്ളയിടത്ത് പേപ്പറിൻ്റെ വെളുപ്പ് നിലനിർത്തിക്കൊണ്ടാണ് വാട്ടർ കളർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ലൈറ്റായിട്ടുള്ള ടോണുകൾ ആദ്യം വച്ച് അവസാനം ഡെൻസിറ്റി കൂടിയ ടോണുകൾ വച്ച് പൂർത്തീകരിക്കുന്നതാണ് ജലച്ചായത്തിൻ്റെ സാമ്പ്രദായിക രീതി.
മറ്റു മാധ്യമങ്ങളിൽ നിന്നും ജലച്ചായത്തിനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു ഘടകം ചായങ്ങൾ പരസ്പരം തനിയെ ലയിച്ചു ചേരുന്ന അതിൻ്റെ സ്വഭാവമാണ്. ബ്രഷിലെടുത്ത പെയിൻറ്റ് അതിലടങ്ങിയിരിക്കുന്ന പെയിൻറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും അളവനുസരിച്ച് പേപ്പറിൽ വച്ചിരിക്കുന്ന പെയിൻറ്റുമായി എങ്ങനെ, എപ്പോൾ, എത്രത്തോളം പരസ്പരം ലയിച്ചു ചേരും എന്നുള്ള കലാകാരൻ്റെ അറിവാണ് ജലച്ചായത്തിൻ്റെ ഭംഗി നിർണ്ണയിക്കുന്നത്. ഇത് കേൾക്കുന്നത് പോലെ അത്ര കോംപ്ലിക്കേറ്റഡായ കാര്യമൊന്നുമല്ല, പ്രാക്ടീസിലൂടെ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പെയിൻറ്റ് വയ്ക്കുമ്പോൾ കളർ തിയറിയെക്കുറിച്ച് കുറച്ചറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. സിയാൻ, മജന്ത, യെല്ലോ എന്നിവയാണ് പ്രൈമറി കളേഴ്സ് അഥവാ പ്രാഥമിക വർണ്ണങ്ങൾ. എല്ലാ നിറങ്ങളും ഈ 3 നിറങ്ങൾ പല അളവിൽ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഇവ ഒരേ അളവിൽ മിക്സ് ചെയ്താൽ കറുപ്പ് നിറവും ലഭിക്കും. ഏതെങ്കിലും 2 പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്ത് കിട്ടുന്ന നിറം മൂന്നാമത്തെ പ്രൈമറി കളറിൻ്റെ ഓപ്പോസിറ്റ് കളറായിരിക്കും. പരസ്പരം മിക്സ് ചെയ്യുമ്പോൾ കറുപ്പ് നിറം ലഭിക്കുന്ന നിറങ്ങളെയാണ് ഓപ്പോസിറ്റ് കളറുകൾ എന്ന് പറയുന്നത്. മഞ്ഞയുടെ ഓപ്പോസിറ്റ് കളർ വയലറ്റും, മജന്തയുടെ ഓപ്പോസിറ്റ് കളർ പച്ചയും, സിയാൻ്റെ ഓപ്പോസിറ്റ് കളർ ചുവപ്പുമാണ്. ഓപ്പോസിറ്റ് കളറുകളുടെ പ്രയോഗം ഇൻട്രസ്റ്റിംഗ് ആണ്. ഉദാഹരണത്തിന്, മഞ്ഞ നിറമുള്ള ഒരു വസ്തുവിൻ്റെ മുകളിൽ വീഴുന്ന നിഴലിൽ മഞ്ഞയുടെ ഓപ്പോസിറ്റ് കളറായ വയലറ്റ് ചേർത്താൽ അതിന് കൂടുതൽ ഭംഗിയുള്ളതായി ആർട്ടിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇവയുടെ പുറകിലുള്ള തിയറി എന്നുള്ളത് പിന്നീട് കളർ തിയറിയെക്കുറിച്ച് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം. സിയാൻ, മജന്ത, യെല്ലോ എന്നീ പേരുകളിലല്ല നമുക്ക് കളർ ലഭിക്കുന്നത്. പല അളവിൽ മിക്സ് ചെയ്ത പല നിറങ്ങൾ, ലെമൺ യെല്ലോ, സ്കാർലെറ്റ്, കൊബാൾട്ട് ബ്ലൂ, സാബ് ഗ്രീൻ, ബേൺ സിയന്ന എന്നിങ്ങനെ പല പേരുകളിലാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഡെമോൺസ്ട്രേഷൻ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ അവയെല്ലാം തീർച്ചയായും പരിഗണിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഈ ചാനലിൽ ഓരോ പുതിയ വീഡിയോ വരുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.